കുറച്ച് തമിഴില് നല്ല അടിപൊളി പടം. മമിത ബൈജു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഇതൊന്നും ആയിട്ടില്ല എന്ന് വെച്ചാൽ നമുക്ക് ബോറടിപ്പിക്കുന്ന രീതിയിലൊന്നും തോന്നില്ല. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് നല്ല നമ്മളൊരു കോമഡിയാണ്. ഫുള്ള് ത്രൂ ആയിട്ട് കോമഡി അല്ലാതെ ഫീലിങ്സ് ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടം. 10 ഒരു 8 റേറ്റിനുള്ളൂ. സ്ഥിരം പ്രതിഫലങ്ങളുടെ പടം അത്രേ പറയാനുള്ളൂ. പിന്നെ കുറച്ച് നല്ല 9 സിനിമ വെച്ച് കുറച്ച് കമ്പാരിറ്റീവ്ലി എനിക്ക് ലോ ആയിട്ട് തോന്നിയത്. അത് കുഴപ്പമില്ല, കാണാം. നല്ല പടമാണ്. ഇത് തമിഴില് കൊള്ളാം. ഒരു എമോഷൻസ് ഒക്കെ നമ്മൾ നന്നായിട്ട് കണ്ടു ചെയ്തിട്ടുണ്ട്. മമ്മിയുടെ ഭാഗമൊക്കെ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. എമോഷണലി കണക്ട് ആവുന്നുണ്ട് പടം. കിടിലും പടമാണ്. ഒരു ഡ്രാഗണേക്കാളും വേണമെങ്കിൽ ഒരു പടി മുന്നിലാന്ന് പറയാം കേട്ടോ. നല്ല ഫാമിലി എന്റർടൈനർ ആണ്. പിന്നെ മമിത അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എടുത്തു പറഞ്ഞ ശരത് കുമാറിന്റെ ഒരു വ്യത്യസ്തമായ റോള്. ശരത് കുമാർ എല്ലാം ഒരു ഗൗരവമുള്ള റോളാണല്ലോ, പക്ഷെ ഇതിനകത്ത് ഒരു കോമഡി കലർത്തി ഒരു വില്ലൻ റോൾ ചെയ്തിട്ടുണ്ട്. നല്ല പടം കേട്ടോ, അടിപൊളി. എന്ന് വെച്ചാൽ നല്ല എന്റർടൈനർ. നമ്മുടെ പ്രേമലു നമ്മുടെ ഡ്രാഗണെ കാണുന്നതോട് തന്നെ നല്ലൊരു എന്റർടൈനർ കേട്ടോ. അടിപൊളിയായിരുന്നു. മമിതയും പ്രദീപും ഒക്കെ ഒരു കോമ്പിനേഷൻ എങ്ങനെ വർക്കൗട്ട് കെമിസ്ട്രി ഭയങ്കര അടിപൊളിയായിരുന്നു. ഒരു ഡ്രാഗൺ സിനിമയും പ്രേമലും ഒക്കെ കണ്ടുവരുമ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. ഡ്രാഗണും പിന്നെ ലൗട്ടിനെയും കാണുമ്പോൾ ആ ഒരു സെയിം പാറ്റേൺ ആണ്. വേറൊരു മോഡ്യൂളിൽ പടം പോകുന്നത്. പക്ഷെ അത് അത്രയില്ല, കുറച്ചൊരു അത് പറഞ്ഞ പടം സ്പോയിൽ ആയിപ്പോ പറയാൻ പറ്റില്ല. സർപ്രൈസിംഗ് ആണ്. അതെ കോമഡി ആണോ കുറച്ച് സീരിയസ് ആയിട്ടുള്ള മൂവിയാണോ? ഐ മീൻ മിക്സ് ആണ്. പക്ഷെ കൂടുതലും കോമഡി ഉണ്ട്, പക്ഷെ അതനുസരിച്ച് സീരിയസ്നെസ്സും അതിനിടയ്ക്കുണ്ട്. ഭയങ്കര രസം. കാരണം നമ്മൾ ഡ്രാഗണിലാണെങ്കിലും ലൗട്ടിലാണെങ്കിലും അവരുടെ അഭിനയം അടിപൊളിയായിരുന്നു. ഭയങ്കര നമുക്ക് എപ്പോഴും എന്താ പറയാ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ പെയിൻ ആണെങ്കിലും ഇതാണെങ്കിലും ആ സിനിമയിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ധനുഷിന്റെ ഒരു കോംബോ, അതായത് രജനീകാന്ത് കഴിഞ്ഞിട്ട് ധനുഷ്, ആ ഒരു കോമ്പോ തന്നെയാണ്.